ലോക ചരിത്രത്തിൽ തന്നെ നമുക്ക് ഇനിയും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താത്ത പല നിഗൂഢതകളും മറഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയുള്ള ലോക ചരിത്രത്തിലെ മാഞ്ഞുപോയ ഒരു കോളനിയെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ദ ലോസ്റ്റ് കോളനി ഓഫ് റൊണോക്ക് കോളനി. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ തങ്ങളുടെ ആധിപത്യത്തെ ലോകം മുഴുവനും സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപ്രകാരം അമേരിക്കയിൽ തങ്ങളുടെ ശാശ്വതമായ കുടിയേറ്റങ്ങളെ സ്ഥാപിക്കാനായി ക്വീൻ എലിസബത്ത് ഒരു പദ്ധതിയും തയ്യാറാക്കി. അതേപടി റൊണോക്ക് ദ്വീപിന്റെ പ്രദേശത്ത്, അതായത് ഇപ്പോഴുള്ള നോർത്തേൺ കരോലിന ഭാഗത്ത് ഒരു കോളനിയെ 1585-ൽ നിർമ്മിച്ചു. സർ വാൾട്ടർ റേലേക്കാണ് ആദ്യമായി ഈ ദ്വീപിനെ കണ്ടെത്തി കോളനികളെ നിർമ്മിച്ചത്. 2 വർഷങ്ങൾ കൊണ്ട് ഈ ദ്വീപിനെ മുഴുവനായി മനുഷ്യ കുടിയേറ്റങ്ങൾക്കായി ഈ ദ്വീപിന്റെ പരിസ്ഥിതിയെ മാറ്റി നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ 1587-ൽ ജോൺ വൈറ്റിനെ ഈ ദ്വീപിന്റെ ഗവർണറാക്കി നിയമിക്കുകയും ചെയ്തു. ഗവർണർ ജോൺ വൈറ്റിന്റെ നേതൃത്വത്തിൽ ആൺ പെൺ കുട്ടികൾ എന്നിങ്ങനെ 115 പേരെ ആഗസ്റ്റ് 1587-ൽ ഈ ദ്വീപിലേക്ക് കുടിയേറ്റം ചെയ്തു. അതിൽ ആ ഗവർണറുടെ ഭാര്യയും മകളുടെ കുട്ടിയും ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം ജോൺ വൈറ്റും ദ്വീപിലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുതകളെ കൊണ്ടുവരുവാനായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വൈറ്റ് ഇംഗ്ലണ്ടിൽ എത്തിയതും അവിടെ ഇംഗ്ലണ്ടിനും സ്പെയിനും യുദ്ധം ആരംഭിച്ചിരുന്നു. അങ്ങനെ കപ്പലുകൾ മുഴുവനും യുദ്ധത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഉടനെ തിരിച്ചു പോകുവാനും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ യുദ്ധം അവസാനിച്ച 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1590-ൽ റൊണാക്കിനെ തിരികെ ചെന്നപ്പോൾ അവിടെ ജനങ്ങളോ പാർപ്പിടങ്ങളോ മനുഷ്യ കുടിയേറ്റത്തിൻ്റെ ഒരു അടയാളം പോലും ഇല്ല. വെറും ദ്വീപ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയുണ്ടായിരുന്ന തൻ്റെ കുടുംബവും ജനങ്ങളും എവിടേക്കാണ് ചെന്നത്? അവിടെയുണ്ടായിരുന്ന കുടിയേറ്റങ്ങൾക്കും കോളനിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്തവണ്ണം മുഴുവനായി മാറിപ്പോയിരുന്നു. അങ്ങനെ ദ്വീപ് മുഴുവനും തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു മനുഷ്യ തലയോട്ടിയും ഒരു മരത്തിൽ ക്രോട്ടോൺ എന്ന വാചകം പതിച്ച ഒരു തെളിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ദ ലോസ്റ്റ് കോളനി ഓഫ് റൊണോക്കിനെ കുറിച്ചുള്ള പല ഗവേഷണങ്ങളും പല നൂറ്റാണ്ടുകളായി നടത്തിയിരുന്നു. അങ്ങനെ ആ മരത്തിൽ പതിച്ച ക്രോട്ടോൺ എന്ന പേരിൽ റൊണോക്ക് ദ്വീപിന്റെ വടക്കു ഭാഗത്ത് ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാർ ജീവിച്ചിരുന്നു. ഒരുപക്ഷെ ആ ഗോത്രവർഗ്ഗക്കാർ പുതിയ ജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ ആക്രമിക്കുന്നു എന്ന് കരുതി അവരൊക്കെയും കൊന്നിട്ടുണ്ടാകും എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അവരെ തിരഞ്ഞു ചെന്നപ്പോൾ ആ ഗോത്രവർഗ്ഗക്കാർ അത്തരം ക്രൂരമായവർ അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ വൈറ്റ് തിരിച്ചു വരാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും തിരികെ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ അവർ യാത്ര ചെയ്തിരുന്ന സമയത്ത് കൊടുങ്കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച് അവരൊക്കെയും കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാകും എന്നും പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നത് പലരുടെയും തോന്നൽ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവരൊക്കെ എവിടെയാണ്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ന്യൂസ് നിങ്ങളേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.